ഇന്ന് ആദ്യം ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹാഫ് kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. ഹാർട്ട് ഷേപ്പിൽ കേക്ക് ചെയ്തിട്ട് അതിലേക്ക് റെഡ് കളർ ചെറിയ ചെറിയ ഹാർട്ട്സ് കൊടുത്തിട്ട് ആ കേക്ക് അവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനായിട്ടുണ്ടായിരുന്നത് ഒരു ഹാഫ് kgയിൽ തന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നേ. കസ്റ്റമറിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ റോസ് ഫ്ലവേഴ്സാണ് വെക്കുന്നത്. എന്നാൽ പിങ്ക് കളറിൽ റോസ് ഫ്ലവേഴ്സ് വെച്ചിട്ട് ലീഫ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതേ നോസിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ കേക്കിൽ ബോർഡർ കൂടെ സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് സ്കൈ ബ്ലൂ കളറിൽ നമ്മൾ പേര് കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. ഒരു ബർത്ത്ഡേ കേക്ക് അല്ലായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് വെറുതെ കഴിക്കാനായിട്ട് ഓർഡർ ചെയ്ത ഒരു കേക്കായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് 2 കുട്ടികളുടെ പേര് മാത്രമാണ് നമ്മൾ ഈ കേക്കിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് 1 kgയിൽ സ്ക്വയർ ഷേപ്പിൽ വരുന്ന വാൻജോ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് ഞാൻ ഓൾറെഡി ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കറേഷൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേക്കിലേക്ക്. അതിനുശേഷം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് വെച്ചിട്ട് ലൈൻസ് കൊടുത്തിട്ടാണ് ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്യുന്നത്. സിമ്പിൾ ഡിസൈനായിരുന്നു കേട്ടോ കസ്റ്റമർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആർഭാടങ്ങളൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കാത്തതുകൊണ്ട് ആ ഒരു ഫ്ലോ അങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ബോർഡർ കൊടുക്കുന്നുണ്ട്. കസ്റ്റമർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കളേഴ്സൊന്നും ആഡ് ചെയ്യേണ്ട എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കളറും ഈ കേക്കിൽ കൊടുത്തിട്ടില്ല. കേക്ക് ഫിനിഷ് ആയിട്ടില്ല, ചെറിയൊരു ഡിസൈൻ പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. റോസറ്റ നോസിൽ വെച്ചിട്ട് 3 ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ബ്ലാക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തിട്ട് അതിനെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചെറിയൊരു ബോർഡറും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.